Wage policy. Wage policy refers to the legislative or statutory requirements that affect the structure of wages for the purpose of attaining social and equitable economic justice. അതായത് വേജ് പോളിസി എന്ന് പറയുന്നത് വേജുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ സ്റ്റാറ്റുറ്ററി റിക്വയർമെൻറ്റ്സ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഒരു പോളിസിയാണ് വേജ് പോളിസി എന്ന് പറയുന്നത്. ഈ പ്രോപ്പറായിട്ടുള്ള വേജ് പോളിസി കുറേ ആക്റ്റുകൾ വേജ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് പേയ്മെൻറ്റ് ഓഫ് വേജ് ആക്ട്, വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് എക്സെട്ര. സോ ഈ ആക്റ്റുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു വേജ് പോളിസി ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, സോ വേജ് പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വേജ് പോളിസി ഈസ് ടു അബോളിഷ് malpractices and abuses in wage payment. വേജ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മൽ പ്രാക്ടീസസുകളും അതുപോലെ തന്നെ അബ്യൂസുകളും ഒക്കെ ഒഴിവാക്കുക, അതൊക്കെ തടയുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. അതുപോലെ ടു സെറ്റ് മിനിമം വേജസ് ഫോർ വർക്കേഴ്സിന് മിനിമം വേജസ് അഷ്യൂർ ചെയ്യുക. ഇതൊക്കെയാണ് വേജ് പോളിസിയുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ നെക്സ്റ്റ് വി കംസ് ടു വേജ് സിസ്റ്റം. എന്താണ് ഒരു വേജ് സിസ്റ്റം എന്ന് പറയുന്നത്? വേജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the employees are paid compensation by their employers for their services in the form of money wages. Okay, so wages are fixed either as per the time spent by the worker in the factory or as per the number of units produced by him. ഒന്നുകിൽ എംപ്ലോയീസ് എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിലായിരിക്കും വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഓരോ കമ്പനികൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അതിനെയാണ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഏത് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെയാണ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഏത് സിസ്റ്റമാണെന്നുണ്ടെങ്കിലും അത് പിന്നെ ആ സിസ്റ്റം എംപ്ലോയീസിൻ്റെ, അതായത് അവർ കൊടുക്കുന്ന വേജസ് എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും അവരുടെ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ് വർക്കിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ വർക്കിനോടുള്ള ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എംപ്ലോയേഴ്സിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡും പിന്നെ ഈ അവർക്ക് കൊടുക്കുന്ന വേജസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, സോ നല്ലൊരു വേജ് സിസ്റ്റം ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ എന്തൊക്കെയാണ് വേജ് സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഓക്കെ, അതായത് വേജ് സിസ്റ്റം ഒരു ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുന്ന വേജ് സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ ഫോളോ ചെയ്യുന്ന വേജ് സിസ്റ്റം ഇപ്പോൾ ടൈം ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഏത് തരം മെത്തേഡാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി വേണം. അതായത് എബിലിറ്റി ടു പേ, അത് ആദ്യം ഉണ്ടായിരിക്കണം കമ്പനിക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ഇത് രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. സോ ചില സമയത്ത് ലേബറേഴ്സിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും, അതേസമയം ലേബറേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേബറേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരെ എത്ര ഹൈ റേറ്റിനായാലും വേജ് റേറ്റ് കൂടുതൽ കൊടുത്തിട്ടും അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ ഇഫ് ദ ഡിമാൻഡ് ഓഫ് ദ ലേബറേഴ്സ് ആർ ഹൈ ആൻഡ് സപ്ലൈ ഈസ് ലെസ്, വേജ് റേറ്റ് വിൽ ബി ഹൈ. അതേസമയം ഡിമാൻഡ് വളരെ കുറവാണ്, ലേബർ ഫോഴ്സിൻ്റെ ഡിമാൻഡ് കുറവാണ്, അവർക്ക് അത്രയധികം ഡിമാൻഡൊന്നുമില്ല, പക്ഷേ സപ്ലൈ കൂടുതലാണ്, ധാരാളം ആളുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, വേജ് റേറ്റ് കുറവായിരിക്കും, ലെസ് വേജ് റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. സോ ഒരു കമ്പനി വേജ് സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ, വേജ് റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ മാർക്കറ്റിൽ ആ ലേബറേഴ്സിനുള്ള ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്താണ് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം വേജ് റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന വേജസ് കൊണ്ട് അവർക്കൊരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം.
എന്നുള്ളത് നോക്കണം. അതായത് അവർക്ക് അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ കൺസിഡർ ചെയ്യണം, ഡ്യൂ കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. സപ്പോസ് വർക്കേഴ്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ പക്ഷേ അവർക്ക് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നത്, അപ്പോൾ ആ സിസ്റ്റം ബേസ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന വേജസ് അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. ദെൻ വേജ് പെയ്ഡ് ബൈ അതർ ഫേം. നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഇതേ തരത്തിലുള്ള പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന അവർ കൊടുക്കുന്ന വേജസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ എംപ്ലോയീസിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, അവരെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ വേജസ് പെയ്ഡ് ബൈ അതർ ഫേമും നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ലേബർ പ്രൊഡക്ടിവിറ്റി. ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് തീർച്ചയായിട്ടും ഹയർ വേജസ് കൊടുത്തിരിക്കണം. ഓക്കെ, നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂടി നമ്മളുടെ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ് എംപ്ലോയീസിന് കൊടുക്കുന്നില്ല എങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എതിർപ്പ് ഉണ്ടാകും. സോ ലേബർ പ്രൊഡക്ടിവിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ. അതുപോലെ ബാർഗെയിനിങ് പവർ. ബാർഗെയിനിങ് പവർ എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്നുള്ള ബാർഗെയിനിങ് പവർ, അവരുടെ പിന്നെ തർക്കം, അതായത് ഓരോ ഇൻഡസ്ട്രിയിലും അവരുടേതായിട്ടുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ ആണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഹൈ വേജ് റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ ഗവൺമെൻറ് ലെജിസ്ലേഷൻസ്, ഗവൺമെൻറ് പോളിസി, അതും നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ജോബ് റിക്വയർമെൻറ്റ്സ്. ജോബ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ജോബിന് ആവശ്യമായിട്ടുള്ള ഹയർ സ്കില്ല് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി, റിസ്ക് എടുക്കുന്ന എംപ്ലോയേഴ്സിനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നമ്മൾ നല്ല രീതിയിലുള്ള ആ ജോബിൻ്റെ നാച്ചറിനനുസരിച്ചിട്ട് നമ്മൾ റിവാർഡ് കൊടുത്തിരിക്കണം. സോ അതിന് നല്ല റിസ്ക് ഉള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിവാർഡായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേജ് സിസ്റ്റം. സോ നെക്സ്റ്റ് ടോപ്പിക് വി ആർ ഗോയിങ് ടു മെത്തേഡ്സ് ഓഫ് വേജ് സിസ്റ്റം. മെത്തേഡ്സ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് വേജ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് വേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക? പ്രധാനമായും 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് പീസ് റേറ്റ് സിസ്റ്റം, 2 ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് ലാസ്റ്റ് 1 ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം. അതിൽ ആദ്യത്തെ 2 എണ്ണം പീസ് റേറ്റ് സിസ്റ്റം, ടൈം റേറ്റ് സിസ്റ്റം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റത്തിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡിസ്കഷൻ നടത്തും. സോ ഫസ്റ്റ് 1 ടൈം വേജ് സിസ്റ്റം. ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് വേജ് ഫിക്സേഷൻ. അതിൻ്റെ പേരിൽ തന്നെ നമുക്കറിയാം ടൈം വേജ് സിസ്റ്റം. എത്രയാണോ ടൈം വർക്ക് ചെയ്യുന്നത് ആ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ വേജ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അണ്ടർ ദിസ് സിസ്റ്റം വർക്കേഴ്സ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ദ വർക്ക് ഡൺ ഡ്യൂറിങ് എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം അറ്റ് എ റേറ്റ് ഓഫ് പെർ ഹവർ അല്ലെങ്കിൽ പെർ ഡേ അല്ലെങ്കിൽ പെർ വീക്ക് ഓർ പെർ ഫോർട്ട്നൈറ്റ് ഓർ പെർ മന്ത് ഓർ എനി അതർ ഫിക്സ്ഡ് പീരീഡ് ഓഫ് ടൈം. ഇവിടെ നമ്മൾ ടൈമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എത്ര ടൈമാണോ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് എംപ്ലോയീസിന് വേജ് കൊടുക്കുന്നത്. സോ ടൈം വേജ് സിസ്റ്റം അഡോപ്റ്റ് time as the basis of worker remuneration without taking into account units produced. The worker is guaranteed a specified sum of money for a fixed period of his time, taking no account of the quality or quantity of the work done. സോ എത്ര സമയമാണ് അവർ ഈ ഫേമിലുള്ളത്? ഇപ്പോൾ സപ്പോസ് ഒരു 9:30 ഒരു എംപ്ലോയി ഒരു ഫേമിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ 4:30 വരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ ജസ്റ്റ് എത്ര സമയം അയാൾ അവിടെ വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ ഈ ഒരു സിസ്റ്റം പ്രകാരം. സോ ഈ ഒരു ടൈം വേജ് സിസ്റ്റത്തിന് അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. സോ അതിൻ്റെ മെറിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. മാനേജേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ എളുപ്പമാണ്, ഈസി കാൽക്കുലേഷൻ ആണ്. അതുപോലെ പിന്നെ ജോലി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം ലിമിറ്റ് വെക്കുന്നില്ലാത്തത് കൊണ്ട് ആളുകൾ ഹറി ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അവർക്ക് ക്വാളിറ്റിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം.
ഓക്കെ, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ ക്വാളിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സുകൾ ഓരോ എംപ്ലോയീസും പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ അവർക്ക് പിന്നെ ആവശ്യത്തിനുള്ള ടൈം യൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് അവർക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലോജിക്ക്. ഓക്കെ, അതുപോലെ ഓൾ ദ വർക്കേഴ്സ് ആർ ഗിവൺ സെയിം ട്രീറ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഈക്വൽ വേജ് സിസ്റ്റം. അവിടെ ആരുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള വേജ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ദെൻ ടൈം റേറ്റ് സിസ്റ്റം പ്രൊവൈഡ്സ് റെഗുലർ ആൻഡ് സ്റ്റേബിൾ ഇൻകം ടു വർക്കേഴ്സ് സോ ദേ ക്യാൻ അഡ്ജസ്റ്റ് ആൻഡ് മാനേജ് ദെയർ ബഡ്ജറ്റ് അക്കോർഡിംഗ്ലി. Okay, then it requires less administrative attention as this system provide good faith and mutual understanding and trust between employer and employee. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിൽ, അതായത് എംപ്ലോയീസ് വർക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എംപ്ലോയേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് ഈ ടൈം റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ആ ഒരു സ്ഥാപനത്തിൽ. അതേസമയം എംപ്ലോയീസിൻ്റെ മീതെ ഒരു സസ്പീഷ്യസ് മൈൻഡ് എംപ്ലോയേഴ്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ, ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടൈം റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിന് ബുദ്ധിമുട്ടുണ്ട്. സോ അവിടെ നമുക്ക് അങ്ങനെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, നല്ലൊരു വിശ്വാസം പരസ്പരം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് ടൈം റേറ്റ് സിസ്റ്റം. അതേസമയം ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ എബിലിറ്റി ആൻഡ് കപ്പാസിറ്റി ഓഫ് ദ വർക്കേഴ്സിൻ്റെ കപ്പാസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഇറ്റ് ഈസ് അൺറിലേറ്റഡ് ടു പ്രൊഡക്ടിവിറ്റി, ഡസ് നോട്ട് പ്രൊവൈഡ് എക്സ്ട്രാ മോട്ടിവേഷൻ. കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ റിവാർഡൊന്നും ഇവിടെ കൊടുക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ ലേബർ ചാർജസ് ഫോർ എ പെർട്ടിക്കുലർ ജോബ് ഡു നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ദിസ് പുട്ട് ദ മാനേജ്മെൻറ്റ് ഇൻ എ ഡിഫിക്കൾട്ട് പൊസിഷൻ ഇൻ ദ മാറ്റർ ഓഫ് കോട്ടിംഗ് റേറ്റ്സ് ഫോർ എ പെർട്ടിക്കുലർ പീസ് ഓഫ് വർക്ക്. അതായത് പിന്നെ ഈ ലേബർ ചാർജസ് ഒരു പെർട്ടിക്കുലർ ജോബിനുള്ള ചാർജസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിക്കൊള്ളണം എന്നില്ല, അത് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ പിന്നെ പെർട്ടിക്കുലർ പീസ് ഓഫ് വർക്ക് ചെയ്യുന്നതിന് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടി വരും. അതായത് അവിടെ നമുക്ക് ടൈം റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന അത്ര ആപ്റ്റ് ആയില്ല, പീസ് റേറ്റ് സിസ്റ്റം ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആവുക. പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇവേഷൻ ഓഫ് വർക്ക് ഉണ്ടായിരിക്കും, അതായത് ഒരു സ്പെസിഫിക് ടാർഗറ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എംപ്ലോയീസിന് എത്ര സമയം വേണമെങ്കിലും ഇരുന്നു കൊണ്ട് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും പ്രശ്നമില്ല. അങ്ങനൊരു കാര്യമാണ് അതിലുള്ളത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ആസ്ക് ഫോർ മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ വർക്കേഴ്സ് റെക്കോർഡ്. ഇറ്റ് ബിക്കംസ് ഡിഫിക്കൾട്ട് ഫോർ ദ എംപ്ലോയർ ടു ഡിറ്റർമിൻ ഹിസ് റിലേറ്റീവ് എഫിഷ്യൻസി ഫോർ ദ പർപ്പസ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ. അതായത് ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള റെക്കോർഡ്സ് ഒന്നും ഇവിടെ നിന്ന് നമുക്ക് കിട്ടില്ല. കാരണം ടൈം റേറ്റ് സിസ്റ്റം പ്രകാരം എത്ര ടൈമാണ് വർക്ക് ചെയ്യുന്നത്, എപ്പോഴാണ് അവർ ഇന്നായിട്ടുള്ളത്, എപ്പോഴാണ് ഔട്ടായിട്ടുള്ളത്, ആ ഒരു ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ടൈം ഇൻ ആൻഡ് ഔട്ട് അതാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ അവരെത്ര ആ ടൈമിൻ്റെ ഉള്ളിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. സോ അതുകൊണ്ട് അവരുടെ പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യുമ്പോൾ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദെൻ ഇതിൻ്റെ നേരെ ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിൻ്റെ സ്യൂട്ടബിലിറ്റി ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ വെൻ ദ ഔട്ട്പുട്ട് കോൺട്രിബ്യൂട്ട് ബൈ ദ വർക്കർ ഈസ് ഡിഫിക്കൾട്ട് ടു മെഷർ ആൻഡ് കനോട്ട് ബി റെക്കോർഡഡ് ഇൻ ഇൻഡിവിജ്വൽ ബേസിസ്. നമ്മൾ ചില പ്രോഡക്ട്സുകളൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് അത് മാനുഫാക്ചർ ചെയ്യുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സിൽ അത്ര കാര്യം ഉണ്ടാവില്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടൈം റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യാം. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ സ്യൂട്ടബിൾ വെൻ ബൈ കൾട്ടിവേറ്റിംഗ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ആൻഡ് ബൈ ഗിവിംഗ് ഫെയർ ആൻഡ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ എംപ്ലോയീസ് മാനേജ്മെൻറ്റ് ക്യാൻ ഗെറ്റ് ദ വർക്ക് ഡൺ ഇൻ ആൻ അപ്രോപ്രിയേറ്റ് മാനർ. ചില ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡിസൈനിങ് ആയാലോ അല്ലെങ്കിൽ വേറെ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ജോബ് ചെയ്യുന്ന സ്ഥാപനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ നമ്മൾ ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുക. അവിടെ മ്യൂച്വലായിട്ടുള്ള ഒരു ഫെയ്ത്ത്, വിശ്വാസം എംപ്ലോയീസും തമ്മിൽ ഉണ്ടായിരിക്കും, ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസിലാണ് ടൈം റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പീസ് റേറ്റ് സിസ്റ്റം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇവിടെ നമുക്ക് പേരിൽ തന്നെ അറിയാം, പീസിൻ്റെ അടിസ്ഥാനത്തിലാണ്, എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്
നമ്മൾ വേജസ് ഫിക്സ് ചെയ്യുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം ടേക്കൺ ടു ഡു ദ വർക്ക് ചെയ്യാൻ എത്ര ടൈം എടുത്തു എന്നുള്ളത് നമ്മളിവിടെ നോക്കുന്നില്ല. അതേസമയം എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സോ ദർ ഈസ് എൻ ഇൻഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ ദാറ്റ് എ വർക്കർ ഷുഡ് നോട്ട് ടേക്ക് മോർ ദാൻ ആവറേജ് ടൈം. നമ്മൾ ആവറേജ് ടൈമിനേക്കാളും കൂടുതൽ ടൈം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ആ ടൈമിൻ്റെ ഉള്ളിൽ കൂടുതൽ അയാൾക്ക് പറ്റുന്ന അത്രയും പ്രോഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കണം, എന്നാൽ അവർക്ക് കൂടുതൽ റിവാർഡ് കിട്ടും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ട്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ ഓഫ് മെറിറ്റ്. അവരുടെ മെറിറ്റ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഓരോ എംപ്ലോയീസും, ഇപ്പോൾ ABC എന്ന് പറയുന്ന 3 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 3 പേരും എൻ്റർ ചെയ്തിരിക്കുന്ന ടൈമും എക്സിറ്റ് ചെയ്തിരിക്കുന്ന ടൈമും ഈക്വൽ ആയിരിക്കും. പക്ഷേ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ മെറിറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഓക്കെ, so next point, it pay the workers as per their efficiencies, ability and capacity. So it give a direct stimulus and motivation to employees. എംപ്ലോയീസിന് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണ നൽകുകയാണ് ചെയ്യുന്നത് ഈ ഒരു പീസ് റേറ്റ് സിസ്റ്റം മെത്തേഡിലൂടെ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലെസ് മാനേജറിയൽ സൂപ്പർവിഷനാണ് ഇവിടെ. സൂപ്പർവിഷൻ വളരെ കുറവ് മതി. കാരണം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഏറ്റവും എല്ലാ വർക്കേഴ്സും അവർക്ക് പറ്റുന്ന തരത്തിലുള്ള അത്രയും നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് കൊണ്ട് ആരും ലേസി ആയിട്ട് ഇരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് അവരുടെ വർക്കിൽ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ വർക്കേഴ്സും വളരെ ശ്രദ്ധയോടുകൂടെ, അതായത് മെഷീനറി ഒന്നും ബ്രേക്ക് ഡൗൺ ചെയ്യാതെ പിന്നെ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് അവരുടെ ഭാഗത്തു നിന്നുള്ള അതായത് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ പിന്നെ മെയിൻ്റനൻസ് എക്സ്പെൻഡിച്ചറൊക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, അതുപോലെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സഡ് ആയിരിക്കും. ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ലേബറേഴ്സിന് കൊടുക്കുന്ന പിന്നെ റിവാർഡാണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചിലവ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സഡ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കോസ്റ്റ് കാൽക്കുലേഷൻ്റെ കേസിൽ ഈസിയാണ്. അതേസമയം ടൈം റേറ്റ് സിസ്റ്റത്തിൽ അത് നമുക്ക് പോസിബിൾ അല്ല. അവർ എത്ര ടൈമാണ് വർക്ക് ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നത്. അവിടെ നമുക്ക് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ അത് എളുപ്പമാണ്. അതുപോലെ ഇവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, പിന്നെ കാരണം അതിനനുസരിച്ച് വേജസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഔട്ട്പുട്ട് വളരെയധികം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനും അവർ ഇമ്പ്രൂവ് ചെയ്യും. ഏറ്റവും നല്ല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കും. അതാണ് അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് വേജസ് സയൻറ്റിഫിക്കലി ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ വർക്കേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിരിക്കും. അതായത് ഇതിന് പിന്നെ കൃത്യമായിട്ടുള്ള വേജ് ഫിക്സേഷൻ ഓരോ യൂണിറ്റിനും എത്രയാണെന്നുള്ളത് ആരും എവിടെയും ഫിക്സ് ചെയ്തിട്ടില്ല. അതിനൊരു വേജ് പോളിസി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിന്നെ വളരെ സ്പീഡിൽ അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രമം നടത്തുമ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പം മെഷീനറി ഡാമേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഒരു കുറവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ട്രേഡ് യൂണിയൻ ഈ ഒരു സിസ്റ്റത്തിന് അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ദേ മേ നോട്ട് ഹാവ് ഫുൾ സപ്പോർട്ട് ആൻഡ് ആക്സെപ്റ്റൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ എംപ്ലോയീസിനെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഓവറായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ട്രേഡ് യൂണിയൻ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഡിമെറിറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ജനറലി ഇൻ ജോബ്സ് ഓഫ് എ റിപ്പിറ്റേറ്റീവ് നാച്ചർ. അതായത് ഒരേ തരത്തിലുള്ള പ്രോഡക്ട്സുകൾ കുറേ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫേം ആണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ സോപ്പ് മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരേ തരത്തിലുള്ള പ്രോഡക്ട്സുകൾ വളരെ ന്യൂമറസ് നമ്പേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ഈ ഒരു മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ ആയിരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി സ്യൂട്ടബിൾ ഫോർ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ്സസ് ആൻഡ് ഇറ്റ് അപ്പീൽസ് ടു സ്കിൽഡ് ആൻഡ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഹു ക്യാൻ ഇൻക്രീസ് ദെയർ ഏർണിങ്സ് ബൈ വർക്കിംഗ് ടു ദെയർ ബെസ്റ്റ് കപ്പാസിറ്റി. അതായത് നല്ല സ്കില്ല് വേണ്ടി വരുന്ന ജോലിക്ക് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് റേറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാം. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പീസ് റേറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേജ് സിസ്റ്റത്തിൻ്റെ കാറ്റഗറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സിസ്റ്റമാണ് ടൈം റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് സിസ്റ്റം.